بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ലോകത്തിന് മുഴുവനും അനുഗ്രഹം വിതറിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കഅബ ഷരീഫിനെ സ്ഥാപിക്കുകയും അതിലേക്ക് എളിയ അടിമകളായ നാം ഓരോരുത്തരെയും ക്ഷണിക്കുകയും വന്നവർക്കെല്ലാം വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്ത കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഹാജിമാരുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുഴുവൻ ലോകത്തിനും കാരുണ്യമായ ഹജ്ജിൻ്റെ നായകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച അള്ളാഹുവിൻ്റെ വീടുകൾ സ്ഥാപിച്ച അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച സ്വീകരിച്ച എല്ലാ നബിമാരുടെ മേലും ഹാജിമാർ മുഅ്തമിരീങ്ങൾ സായിരീങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് ഭാഗ്യം നൽകപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സംഗമമാണിത്. ഈ സന്ദർഭത്തിൽ ഇവയുടെ മഹത്വങ്ങൾ പറയുന്നതിന് പകരം ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ പ്രധാന സന്ദേശങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളുടെയും നായകനായതുപോലെ പരിശുദ്ധമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും നായകനായിരുന്നു. എന്നല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹീതമായ ഹജ്ജിൽ നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജ് പഠിക്കണം, അടുത്ത വർഷം ഞാൻ കാണാൻ സാധ്യതയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ ഒന്നാമത്തെ പാഠം അള്ളാഹുവും റസൂലുമായിട്ടുള്ള ബന്ധമാണ്. ഹജ്ജിന് മുമ്പ് ഇഹ്റാം നിർവഹിക്കാൻ കുളിക്കുന്നത്, ഇഹ്റാം നിർവഹിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്നത്, ആ നമസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലയും ഓതുന്നത്, തുടർന്ന് തൽബിയത്ത് ചൊല്ലുന്നത്, അതിനിടയിൽ സലാത്തുകൾ ചൊല്ലുന്നത്, ശേഷം സ്നേഹത്തിൻ്റെ ചിറകിലേറി മക്ക മുക്കറമയിലെത്തി കഅബ ഷരീഫിന് ചുറ്റും തവാഫ് ചെയ്യുന്നത്, ആ തവാഫിനിടയിൽ പടച്ചവൻ്റെ നാമങ്ങളും ഹബീബിൻ്റെ മേൽ സലാത്തുകളും ചൊല്ലുന്നത്, സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യുമ്പോൾ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുതലായ ദിക്റുകൾ ചൊല്ലുന്നത്, മിനയുടെ മലഞ്ചെരുവുകളിൽ കിടന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, അറഫയിൽ പോയി പടച്ചവന് മുമ്പാകെ കണ്ണീരൊഴുക്കുന്നത്, മുസ്ദലിഫയിൽ വന്ന് ഫുഖറാക്കളെ പോലെ കിടന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, ജംറകളിൽ കല്ലെറിഞ്ഞ് ദിക്റുകൾ ചൊല്ലുന്നത്, മൃഗത്തെ അറുക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, മുടിയെടുക്കുമ്പോൾ പടച്ചവനെ ഓർക്കുന്നത്, ഇങ്ങനെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ പരിശുദ്ധ കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധം നിഴലിച്ച് നിൽക്കുന്നുണ്ട്. എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജാഹിലി ഹജ്ജിൻ്റെയും ഇസ്ലാമിക ഹജ്ജിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ തൗഹീദാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്തു തൗഹീദ് ഉച്ചരിച്ചില്ല, ഉറപ്പിച്ചില്ല എങ്കിൽ അവൻ്റെ ഹജ്ജ് അപൂർണമാണ്. എന്നല്ല ആരെങ്കിലും ഹജ്ജ് ചെയ്തു അതിനോടുകൂടി ഷിർക്ക് കാണിച്ചു, അവൻ്റെ ഹജ്ജ് ബാത്തിലായി പോകുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും ഹജ്ജിൽ ബന്ധപ്പെടണം. ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചു, പ്രവാചക മാർഗമല്ലാത്ത മാർഗത്തിൽ നിർവഹിച്ചു, അതിന് അനാചാരമെന്നേ പറയുകയുള്ളൂ, ഹജ്ജെന്ന് പറയുകയില്ല. ഹജ്ജ് ഹജ്ജാകണമെങ്കിൽ പ്രവാചകൻ കാണിച്ചതുപോലെ ഹജ്ജ് ചെയ്യണം. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാഫ് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ച് തവാഫ് ചെയ്തു. ആരെങ്കിലും അറഫയിൽ പോയില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ പോകുന്നത് പോലെ അറഫയുടെ വെളിയിൽ താമസിച്ച് തിരിച്ചു വന്നു, അവർക്ക് ഹജ്ജ് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഹജ്ജിൻ്റെ ഒന്നാമത്തെ പാഠം പടച്ചവനുമായി ബന്ധപ്പെടുക, പ്രവാചകനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഹജ്ജിൻ്റെ രണ്ടാമത്തെ പാഠം അത്തഅല്ലുഖു മഅൽ ഖൽഖ്, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചത് ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ VIP ആയ പ്രവാചകൻ എല്ലാവരെയും മാറ്റി നിർത്തുക എന്ന് പറയേണ്ടതില്ല, സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ തങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഹജ്ജ് നിർവഹിച്ചത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനിടയിൽ നടത്തപ്പെട്ട പ്രഭാഷണങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയം ജനങ്ങളുമായിട്ടുള്ള ബന്ധമായിരുന്നു. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ദുൽഹജ്ജ് 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ സംബോധന ചെയ്തു. ആദ്യം അവരോട് ചോദിച്ചു, ഏതാണ് ഈ ദിവസം? അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഹജ്ജിൻ്റെ നായകൻ ദുൽഹജ്ജ് 10 നിന്നിട്ട് ഇന്നേതാണ് ദിവസമെന്ന് ചോദിക്കുന്നു. അബ്ദുൽ ഖാദർ ഉസ്താദ് നിങ്ങളോട് ഇന്നേതാണ് ദിവസമെന്ന് ചോദിച്ചാൽ നമ്മൾ അന്തം പോകും. സഹാബാക്കളാരും മിണ്ടിയില്ല. തങ്ങൾ ചോദിച്ചു, ഇതേതാണ് നാട്? സഹാബാക്കൾ അത്ഭുതപ്പെട്ടു, മറുപടി പറഞ്ഞില്ല. മൂന്നാമതായി ചോദിച്ചു, ഇതേതാണ് മാസം? എല്ലാവരും പറഞ്ഞു, അള്ളാഹു റസൂലുമാണ് അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ദുൽഹജ്ജ് 10 ഇത് ദുൽഹജ്ജ് മാസമല്ലേ? ഇത് പരിശുദ്ധമായ ഹറമല്ലേ? അതെ. തങ്ങൾ പ്രഭാഷണം ചെയ്യാൻ പോവുകയാണ്. അലാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ബൈനക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. ഈ നാട്ടിലും ഈ മാസത്തിലും ഈ ദിവസത്തിലും ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും മറ്റ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ആദരവ് കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അറിയിക്കുന്നു, ഇനി മുതൽ ഏത് നാട്ടിലും ഏത് മാസത്തിലും ഏത് ദിവസത്തിലും നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവനും അഭിമാനവും സമ്പത്തും ആദരണീയമായിരിക്കും. അതിനെ ആരും ദ്രോഹിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. മാനവികതയുടെ മഹത്തായ സന്ദേശം, നീതിയിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിൻ്റെ ദർശനം, പരസ്പരം ബന്ധപ്പെടുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും കഴിയുന്ന ഒരു ഹാജിയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. കഅബ ഷരീഫിൻ്റെ ചുറ്റുഭാഗത്ത് പ്രവാചകൻ തവാഫ് ചെയ്യുകയാണ്.
വികാരപരവശനായിക്കൊണ്ട് പറയുന്നു, അല്ലയോ കഅബ, നീ എത്ര ആദരണീയം, മഹത്തരം, മഹോന്നതം. പക്ഷേ എൻ്റെ സഹോദരൻ്റെ അഭിമാനം ഇതിനേക്കാളും ആദരവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ഹജ്ജ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാഠം സ്വന്തം ശരീരവുമായിട്ടുള്ള ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാൻ, ശക്തിമാൻ. പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ കാര്യം സൂക്ഷിക്കുന്നു. ഹജറുൽ അസ്വദിനെ ആദ്യം ചുംബിക്കുന്നു, തങ്ങൾ കണ്ണീർ വാർക്കുന്നു. പക്ഷെ അതിനുശേഷം ചുംബിക്കുന്നില്ല. തങ്ങൾ ഒരു പ്രാവശ്യം വടികൊണ്ട് ചുംബിക്കുന്നു, അടുത്ത പ്രാവശ്യം കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നടക്കുകയാണ്. തവാഫിൻ്റെ ഒരു തവാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ ഇരുന്നാണ് തവാഫ് ചെയ്യുന്നത്. മുസ്ദലിഫയിലേക്ക് പ്രവാചകൻ വരുന്നു, മഗ്രിബ് ഇശാ നമസ്കരിക്കുന്നു. ഇന്ന് വരെയും പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ആദരവായ റസൂൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വിത്ർ നമസ്കാരം അന്ന് നമസ്കരിച്ചോ ഇല്ലയോ എന്ന് ഇന്നും പണ്ഡിതന്മാർ ഭിന്നിക്കുന്ന നിലയിൽ ഒരൊറ്റ ഉറക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നു. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സ്വന്തം ശരീരത്തെ ഓർക്കണം. ഇസ്ലാം എന്നാൽ ആത്മഹത്യയല്ല, ഇസ്ലാം എന്നാൽ എടുത്തുചാട്ടമല്ല, ഇസ്ലാം എന്നാൽ വലിയ ശബ്ദവും ഒച്ചപ്പാടും ബഹളവുമല്ല. ശാന്തമാണ്, സുന്ദരമാണ്, സംഗീതമാണ്, സ്നേഹനിർഭരമാണ്, വികാരപൂർണമാണ് ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും. ഞാനെൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈ ഹജ്ജ് സംഗമത്തിൽ ഹജ്ജ് ചെയ്ത ഓരോ സഹോദരന്മാരോടും അതുപോലെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും മുഴുവൻ ജനങ്ങളോടും പറയാറുള്ളൊരു കാര്യം, നമ്മൾ ഈ ഹജ്ജിൻ്റെ 3 പാഠങ്ങൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക, പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. ഈ സന്ദേശത്തെ ലോകത്തിന് എത്തിച്ചു കൊടുക്കുക. ലോകത്തിന് ആവശ്യമായ സന്ദേശങ്ങളാണോ അല്ലയോ ഇത്? അതിന് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്ഥാപനം. മാഷാ അല്ലാഹ്, ഈ പരിപാടി ഒരു നൂർ എന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് നടക്കുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തെ ഉയർത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നതല്ല. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഈ മസ്ജിദ് കഅബ ഷരീഫിൻ്റെ പ്രതിനിധിയാണ്. ഈ മദ്രസ പ്രവാചക പാഠശാലയുടെ പ്രതിനിധിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് നിരന്തരം ഒരു കാര്യം പറയാറുണ്ട്, എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമായൊരു കാര്യം. ഈ സ്ഥാപനം ഏതെങ്കിലും വ്യക്തിയുടേതല്ല, ഏതെങ്കിലും കുടുംബത്തിൻ്റേതല്ല, ഏതെങ്കിലും സംഘടനയുടേതല്ല. ഈ സ്ഥാപനം ഇതിന് ആരെങ്കിലുമായി ബന്ധമുണ്ടെങ്കിൽ അതാണ് സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ സ്ഥാപനമാണിത്. ഇതിൽ മുസ്ലിമീങ്ങൾക്കും കടന്നു വരാം, അമുസ്ലിമീങ്ങൾക്കും കടന്നു വരാം. ഈ സ്ഥാപനം മുസ്ലിമീങ്ങൾക്കും പ്രയോജനപ്പെടും, അമുസ്ലിമീങ്ങൾക്കും പ്രയോജനപ്പെടും. പക്ഷേ പ്രധാനമായും ഈ സ്ഥാപനം പ്രയോജനപ്പെടുത്തേണ്ടത് പ്രിയപ്പെട്ട ഹാജിമാരാണ്. ഹാജിമാരൊരു ഭാഗത്ത് ഈ മസ്ജിദും എല്ലാ മസ്ജിദുകളുമായി ബന്ധപ്പെടണം. അതുപോലെ ഹാജിമാർ, പ്രത്യേകിച്ചും ഹജ്ജുമ്മമാർ, ഈ മദ്രസയും മുഴുവൻ മദ്രസകളുമായി ബന്ധപ്പെടണം. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കണം. ജനങ്ങളുമായിട്ടുള്ള ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കണം. സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. ഈ വിഷയത്തിൽ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് നിന്നും ഒരു സഹോദരി, അവരുടെ പേര് സൗലത്ത് ബീഗം എന്നാണ്, അവർ മക്ക മുക്കറമയിൽ ഹജ്ജിന് വേണ്ടി പോകുന്നു. പഴയ കാലഘട്ടത്തിൽ 1800-കളിൽ, 1900 പോലുമല്ല, 1800-കളുടെ അവസാനത്തിൽ അവരിവിടെ നിന്നും പോകുമ്പോൾ കുറച്ച് സമ്പത്തും കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് കൊണ്ട് സ്വർണം വാങ്ങി നാട്ടിലേക്ക് വരാൻ വേണ്ടിയല്ല, അവരവിടെ ചെന്ന് അവിടെയുള്ള പണ്ഡിതന്മാരെ കണ്ട് ചോദിക്കുകയുണ്ടായി, എൻ്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, ഏതെങ്കിലും ജാരിയായ സദക്ക ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പണ്ഡിതന്മാർ പറഞ്ഞു, സഹോദരി, അതിന് ഏറ്റവും അർഹതയുള്ളത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് ചില പണ്ഡിതന്മാർ ഇവിടെ മക്കയിൽ വന്ന് താമസിക്കുന്നുണ്ട്.
അസർ മുതൽ ഇഷാ വരെയും അവർ ഹതീം സ്വർണ്ണപ്പാത്തിയുടെ അരികിൽ അവർ കഴിയാറുണ്ട്. അവരെ പോയി കണ്ട് അവർക്ക് നിങ്ങൾ ഈ പൈസ ഏൽപ്പിക്കാൻ. എത്ര സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ! ഞാനാണെങ്കിൽ എനിക്ക് തരാൻ പറയും, എനിക്ക് വേറെ മദ്രസയുണ്ട്. ഇല്ല, അതിന് അർഹതപ്പെട്ടത് അദ്ദേഹമാണ്, അവിടെ കൊണ്ട് കൊടുക്കാൻ. അള്ളാഹുവിൻ്റെ ഈ ദാസി സമ്പത്തുമായി രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഹതീമിൻ്റെ അരികിലെത്തുന്നു. ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി, മൗലാന റഹ്മത്തുല്ലാ കീരാനബി, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ആ സദസ്സിലെത്തുന്നു. എന്നിട്ട് അവർ ഈ കാര്യം അവരോട് പറയുന്നു. അവർ കണ്ണീർ വാർക്കുകയാണ്. കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പടച്ചവനെ, ഞങ്ങൾക്ക് നിൻ്റെ നാട്ടിൽ നിൻ്റെ ദീനിൻ്റെ ഇൽമ് പ്രചരിപ്പിക്കാനൊരു വഴി തുറന്നു തരണം. അവരാ സമ്പത്ത് മേടിച്ച് മസ്ജിദുൽ ഹറാമിൻ്റെ അരികിൽ തന്നെ ഒരു മദ്രസ സ്ഥാപിക്കുന്നു. നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ആ മദ്രസ നിലനിൽക്കുന്നു. സൗദി അറേബ്യയിൽ വലിയ പരിവർത്തനങ്ങളും വിപ്ലവങ്ങളും മാറ്റങ്ങളുമെല്ലാം ഉണ്ടായിട്ടും ഇന്നും ആ മദ്രസ നിലനിൽക്കുന്നു. ആ മദ്രസയ്ക്ക് അവരുടെ പേര് വെക്കാൻ അർഹതയുണ്ടായിട്ടും അവർ പേര് വെച്ചത് ഈ പൈസ കൊടുത്ത സൗലത്ത് ബീഗത്തിൻ്റെ പേരാണ്, അൽ മദ്രസത്തു സൗലത്തിയ. ഇന്നും കാക്കിയിൽ ആ മദ്രസ സ്ഥിതി ചെയ്യുകയാണ്. ഇന്ത്യക്കാർ, വിദേശികൾ, ഇന്തോനേഷ്യക്കാർ, മലേഷ്യക്കാർ എല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം. അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ ജാമിയ ബാക്കിയാത്തു സാലിഹാത്ത് സ്ഥാപിച്ച മഹാനും ആ സ്ഥാപനത്തിനെ വളർത്തിയ അദ്ദേഹത്തിൻ്റെ മകനും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പടച്ചവൻ നിങ്ങൾക്കൊരു സ്ഥാപനം നൽകിയിരിക്കുകയാണ്. അബ്ദുൽ ഖാദർ ഉസ്താദ് ഈ പരിപാടി ഇവിടെ വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒരു ലക്ഷ്യം അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ഇനി ഇവിടെ നിന്നും ഹജ്ജിൻ്റെ യാത്ര പുറപ്പെടണം. ഞാൻ പറയുന്നൊരു സൂചന മാത്രമാണ്. ഇനി നിങ്ങൾ ഈ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനമാക്കി നിങ്ങൾ ഏറ്റെടുക്കണം. ഈ സ്ഥാപനത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഈ സ്ഥാപനത്തിന് നിങ്ങൾ സാമ്പത്തികമായും സഹായിക്കണം. കൂടാതെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുകയും വേണം. എനിക്ക് വളരെ സങ്കടമുണ്ട്. 25 ഹജ്ജ് ചെയ്തു, പക്ഷെ ഇന്ന് വരെയും ഖുർആൻ മനസ്സിലാക്കാത്ത ഹാജിമാരുണ്ട്. 25 ഉംറ ചെയ്തു, ഇന്ന് വരെയും പ്രവാചക ചരിത്രം പഠിക്കാത്തതായ ഉംറ ചെയ്തവരുണ്ട്. 25 സിയാറത്ത് ചെയ്തു, ഇന്ന് വരെയും ഹദീസുകൾ പഠിക്കാത്തതായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടും. ഇവിടെ വന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനോദിൽ, ഞാൻ എൻ്റെ ഒരു സംഭവം കൂടി പറയുന്നു. പരിശുദ്ധമായ ഹജ്ജിന് പുറപ്പെട്ട ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ അഹമ്മദ് കുഞ്ഞ്, അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഖുർആൻ നൽകപ്പെട്ടു. ശ്രദ്ധിക്കും, നിങ്ങളുടെ ശബ്ദം എനിക്ക് ബുദ്ധിമുട്ടാകുന്നു. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഖുർആൻ നൽകപ്പെട്ട്, നിങ്ങൾക്ക് നൽകപ്പെട്ട് കാണും, നേരെ കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കാറുണ്ട്. അദ്ദേഹം അത് കയ്യിൽ വെച്ച് കരയുകയുണ്ടായി. പടച്ചവനെ, ചെറുപ്പത്തിൽ വാപ്പ പഠിപ്പിച്ച ഖുർആൻ ഞാൻ മറന്നുപോയല്ലോ, ഇന്ന് എനിക്ക് ഈ ഖുർആൻ നൽകിയിരിക്കുന്നല്ലോ. അദ്ദേഹത്തോട് കൂട്ടത്തിലുണ്ടായിരുന്ന ഇതുപോലെ പണ്ഡിതൻ പറയുകയുണ്ടായി, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഖുർആൻ നിങ്ങൾക്ക് നൽകിയത്. അദ്ദേഹം നാട്ടിൽ വന്നു, വലിയ തിരക്ക് പിടിച്ച ഡോക്ടറാണ്. ദിവസവും 1/4 മണിക്കൂർ വീതം, നേരത്തെ പറയും ഇസ്ലാം എടുത്തുചാട്ടമല്ല, 1/4 മണിക്കൂർ വീതം അദ്ദേഹം ഖുർആൻ പഠനം ആരംഭിച്ചു. ഖുർആൻ നോക്കിയോതാനും പഠിച്ചു, ധാരാളം ഭാഗം കാണാതെ പഠിച്ചു. ഖുർആനിൻ്റെ ആശയം 3 പ്രാവശ്യം മാധ്യമത്തിൽ അവസാനം വരെയും ഒരു പണ്ഡിതൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദര സഹോദരി, എനിക്ക് എന്നോട് നിങ്ങളുടെ സമയത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മക്കയുമായി നിരന്തരം ബന്ധപ്പെടുൻ, മദീനയുമായി നിരന്തരം ബന്ധപ്പെടുൻ. എന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തെ നിങ്ങൾ വളർത്താൻ പരിശ്രമിക്കും. എന്നിട്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നെങ്കിൽ ഈ സ്ഥാപനത്തിന് തണലിൽ, അല്ലെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, മക്കയുടെയോ മദീനയുടെ തണലിൽ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊരു സാധുവായ മനുഷ്യരുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷെ അവസാനം അദ്ദേഹം ദീനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ച് ഇന്നും 200ഓളം വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തോടും ഇതേ കാര്യം പറഞ്ഞു, മദ്രസ സ്ഥാപിച്ചാൽ മാത്രം പോരാ, നിങ്ങളും പഠിക്കണം. അദ്ദേഹം മദീനയിലാണ് അവസാനത്തെ സമയം കഴിച്ചുകൂട്ടിയത്. അദ്ദേഹം ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചു. 2 ജുസ് കാണാതെ പഠിച്ചു. ഈ ലോകത്ത് നിന്ന് യാത്രയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപാദങ്ങൾക്കരികിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്.
ഇതാണ് മക്കയിലേക്കുള്ള യാത്ര, ഇതാണ് മദീനയിലേക്കുള്ള യാത്ര. ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. ഫർദുകളും സുന്നത്തുകളും അനുഷ്ഠിക്കിൻ, ഖുർആനും ഹദീസും പഠിക്കിൻ, മദ്രസകളുമായി ബന്ധപ്പെടിൻ. നിങ്ങളെല്ലാവരും ഓരോ മദ്രസ സ്ഥാപിക്കണം. നിങ്ങളെ വീടുകൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സ്ഥാപിക്കണം. ഈ മദ്രസ നിങ്ങളെല്ലാവരും സേവിക്കണം, എല്ലാ മദ്രസകളെയും സേവിക്കണമെന്നാണ് ഹാജിമാരോട് പറയാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈ ഉസ്താദ് അവറുകൾ നടത്തുന്ന ഹജ്ജിൻ്റെ ഗ്രൂപ്പ് ചെമ്പരിക്ക ട്രാവൽസിന് കൂടുതൽ ഖിദ്മത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൻ്റെ അരികിൽ വെച്ചാണ് ഞാൻ ഉസ്താദിനെ പരിചയപ്പെടുന്നത്. അൽഹംദുലില്ലാ, ആ നിലയ്ക്ക് നിങ്ങളുമായി സംസാരിക്കാൻ അവസരമുണ്ടായി. റഹ്മാനായ റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൂടുതൽ പരിശുദ്ധ ഹറമുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് അവസാനം ആ ഹറമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സലാമുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.